guys, welcome back to another episode of Old School Boys podcast. പോഡ്കാസ്റ്റ് ബോയ്സ് അല്ല പോഡ്കാസ്റ്റ്. അപ്പൊ നമ്മള് ആ പേരിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ് എന്നാണോ അതോ ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ് എന്നാണോ? ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ് വരെ അതാണ് ചേർന്നത്. ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ് അതാണ് പറയാനും എളുപ്പം. പണ്ടത്തെ ആ പേരുണ്ടല്ലോ, അത് എന്ത് പേരായിരുന്നു? ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ് അല്ല, പഴയ പോഡ്കാസ്റ്റിന്റെ പേര്. പറയാൻ പാടായിരുന്നു, പക്ഷേ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു മോർ പബ്ലിസിറ്റിക്ക് പറ്റിയ ഒരു പേരല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ഒരു യൂണീക് പേരായിരുന്നു. നമ്മൾ ഒരാളെ വിളിച്ചപ്പോ ചോദിച്ചിട്ട് ഇൻഡർസ്റ്റെല്ലാർ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? യുണീക്ക് ഒരു പേരാണ്. പക്ഷെ ഒരുപാട് ഇന്റർലോക്ക് പോഡ്കാസ്റ്റ്, ഇന്റർകാസ്റ്റ് ചോദിച്ചിട്ടുണ്ട് പറയാം. ഇന്റർലോക്ക് ഉണ്ട്. നമ്മളിന്ന് വ്യത്യസ്തമായ വീണ്ടും പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷൻ ലൊക്കേഷനാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോ നമ്മുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ASMR ആയിട്ട് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രി ഉറക്കമൊന്നും വന്നില്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിട്ട് ഉറങ്ങിയാൽ അപ്പൊ നമുക്ക് പൈസയും കിട്ടും, അവരുടെ ഉറക്കവും കിട്ടും. തികഞ്ഞ ബിസിനസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ആദ്യം നമുക്ക് യാത്രകളെ കുറിച്ചാണ്. കാര്യം നമ്മുടെ പോഡ്കാസ്റ്റിൽ എപ്പോഴും ഈ യാത്ര എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ശ്രീകാന്ത് ചേട്ടനാണ്. ശ്രീകാന്ത് ചേട്ടന്റെ യാത്രാ സ്റ്റോറിയൊക്കെ ഭയങ്കര ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. ശരിയാണ്ട. ശ്രീകാന്തിന്റെ യാത്രകൾ എന്ന് പറഞ്ഞൊരു കൊച്ചു പുസ്തകം പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പുതിയ അപ്കമിങ് ട്രാവലർ ഉല്ലാസിന്റെ ചെറിയ കഥകളും വരുന്നതായിരിക്കും. ചെറുകഥകൾ വരുന്നു. അല്ല, ഉല്ലാസാണ് ഇപ്പൊ കൂടുതലും കുറച്ചുകൂടി ട്രിപ്പ് പോണെന്ന് തോന്നുന്നു. യുണീക് ട്രിപ്സ് ഒക്കെ അത് നമ്മൾ അറിയാതെയൊക്കെയാണ് അവൻ പോണത്. നമ്മളുടെ ഞാനൊരു സൂചന തരും. പോയി തിരിച്ചറിയുമ്പോഴത്തേക്കാണ് അറിയണത്. അത് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലാൻ ചെയ്ത് ഭയങ്കര എന്തിനാണ് ലിസ്റ്റ് ഒക്കെ എടുത്ത് ആക്ച്വലി പറയണമെന്നൊന്നും ഇല്ല. പിന്നെ ആരെങ്കിലും ഇത് അറിയും, അപ്പൊ നമ്മളടുത്ത് ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അല്ല, എന്റെ ട്രിപ്പുകളെല്ലാം മറ്റേ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് പറയാനുള്ള ഗ്യാപ്പ് കിട്ടാറില്ല. അതുകൊണ്ടാണ്. നീ 2 മാസം മുന്നേ ഹോൺബിൽ ഫെസ്റ്റിവലിന് പോണെന്ന് പറഞ്ഞിട്ട് ഇല്ല ശേഷം വന്നിട്ട് പറഞ്ഞത് ആണ്. നീ ഈ ഇടയ്ക്കൊന്നും പോണ രീതിയിലല്ല പറഞ്ഞത്. ഞാൻ പോവാൻ നോക്കും. ഹോൺബിൽ ഫെസ്റ്റ് ഡിസംബർ 1 തൊട്ട് 10 വരെയാണെന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. നമുക്ക് അറിഞ്ഞൂടല്ലോ. നീ അത് പറഞ്ഞില്ല, നിന്റെ അടുത്ത് പറഞ്ഞാവേ അങ്ങനെ പോവാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് എഡിറ്റിംഗ് കൊടുക്കണമായിരുന്നു. അപ്പൊ ചേട്ടാ, എനിക്ക് എഡിറ്റിംഗ് പറ്റൂല, ഹോൺബിൽ പോണോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറ. അതല്ല, ഹോൺബില്ല് എവിടെയെന്നും കൂടെ പറയും. നാഗാലാൻഡിൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അത് നാഗാലാൻഡിലാണ് നടക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ നടക്കും. വർഷത്തിലൊരിക്കല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡില് ഒരു ഏകദേശം 17 മേജർ ട്രൈബ് കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ അവരെല്ലാരും ഒരു സ്ഥലത്ത് വന്നിട്ട് അവരുടേതായിട്ടുള്ള പെർഫോമൻസുകളും കൾച്ചറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫെസ്റ്റിവൽ സെറ്റപ്പ് ആണ്. ഫുഡ് അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഫുഡുകള്, പിന്നെ അല്ലാതെ ഈ നമ്മള് സാധാരണ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ള സ്റ്റാളുകളും പരിപാടികളും അങ്ങനത്തെ സെറ്റപ്പുകളാണ്. എന്നുവെച്ചാൽ അവരുടെ കൾച്ചറിനെ പുറം ലോകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഫെസ്റ്റിവല്. അത് യുണീക്ക് ആയിട്ട് എന്താണ് നീ കണ്ടത്? ഇവിടുത്തെ സാധാരണ നമ്മൾ കേരളത്തിലൊന്നും കാണാത്ത രീതിയിലല്ലോ അവിടെ ഫുഡ് തന്നെയാണ് മെയിൻ ആയിട്ട്. പട്ടിയിറച്ചി ഉണ്ടായിരുന്നു, മാനിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഈ സിൽക്ക് വേമിന്റെ മാന് അവിടെ ഇതാണോ ഓക്കെ ആണോ? ഉണ്ടായിരുന്നു സാധനം അവിടെ സ്റ്റോളിലുണ്ടായിരുന്നു. കഴിക്കാൻ സാധനം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിൽക്ക് വേമ്, മറ്റേ പട്ടുനൂൽ പുഴു, പിന്നെ ഈ പുൽച്ചാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതൊന്നും കണ്ടില്ല. പക്ഷെ അല്ല, കുക്ക് ചെയ്ത സാധനം. അവര് ഏറ്റവും എക്സ്പെൻസീവ് സാധനം ഏതായിരുന്നു? എക്സ്പെൻസീവ് ഒന്നല്ല, ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. ഫ്രീ. ചില സ്ഥലങ്ങളിൽ ഫ്രീ ട്രയൽ ഉണ്ട്. ചില സ്ഥലത്ത് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുക്കും, ചെറിയൊരു ക്വാണ്ടിറ്റി തരും. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഈ റൈസ് കൊണ്ടുള്ള ബിയർ, വൈന്, മില്ലറ്റ് കൊണ്ടുള്ള സാധനങ്ങള്, അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതൊന്നും കഴിച്ചില്ല, ഇതൊക്കെ കണ്ടു. വെജിറ്റബിൾ ഐറ്റംസ് ഭയങ്കര കുറവായിരുന്നു. അത്
ഒരു അത് പിന്നെ അവിടത്തെ കൾച്ചർ വെച്ച് നോക്കുമ്പോ അവിടെ കൂടുതൽ വെജിറ്റബിൾ അങ്ങനെ കാണൂല, മീറ്റ് മാത്രമാണ് മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട്. പിന്നെ വെജ് എന്ന് പറയാനായിട്ട് പിന്നെ ഈ നൂഡിൽസ്, ചൗമീൻ കിട്ടും. പിന്നെ കടല വെച്ചിട്ടുണ്ടാക്കണ ചെറിയൊരു സൂപ്പ് പോലത്തെ ഒരു സാധനം കിട്ടും. അങ്ങനെ ഇത് പണ്ട് മുതലേ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഉണ്ടാകാതെ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. ഇത് ഫേമസ് ആണ്. ഞാൻ വിചാരിച്ച് ഇവിടെ നിന്നും ആരും വരൂലെന്ന്. പക്ഷെ അവിടെ ചെന്നിറങ്ങിയപ്പോ അത് ചെറിയൊരു മിനി കേരളയായിരുന്നു. ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ ഒരുപാട് പേര് എന്നെ അറിയാവുന്നവര് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവിടെ നമ്മള് പോയിരുന്ന കുറെ ആൾക്കാര് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു പാക്കേജ് കണക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയ പ്രൈസിൽ തന്നെ അവിടെ ഈ ഫെസ്റ്റിവൽ കാണിക്കാൻ കൊണ്ടുവന്ന രീതിയിൽ പാക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മലയാളികളുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ. ഈ പുട്ടും ബീഫും ബീഫ് ബിരിയാണിയൊക്കെ കിട്ടുന്ന അവര് വന്ന് അവിടെ സ്റ്റോളൊക്കെ ഇട്ട് മലയാളികളെല്ലാം പോയി കഴിച്ചായിരുന്നു അവിടെ നിന്നൊക്കെ. ഭയങ്കര ജന തിരക്കുണ്ടായിരുന്ന. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം അവരുടെ മാത്രം ഫുഡല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് സ്റ്റോൾ ഇടാം. ഞാൻ വിചാരിച്ചു അവരുടെ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ 17 ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടേത് ആയിട്ട് മറ്റേ ഒരു ഹട്ട് പോലെ അവരുടെ പണ്ടത്തെ രീതിയിലുള്ള ഒരു ഹട്ട് സെറ്റപ്പ് ഉണ്ടല്ല, ആ സെറ്റപ്പിൽ അവർക്ക് മെയിൻ ആയിട്ട് സ്ഥലം കൊടുക്കും. അവിടെ അവരുടെ സാധനങ്ങളെല്ലാം സെല് ചെയ്യും. അങ്ങനത്തെ പരിപാടികളുണ്ട്. പുറത്ത് അല്ലാത്തവർക്ക് സ്റ്റോൾ ഇട്ട് അവർക്ക് സെല് ചെയ്യാനുള്ള സെറ്റപ്പ്. എനിക്കൊരു ഐഡിയ, നമുക്ക് അടുത്ത വർഷം ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ പോയിട്ട് ബോളിയും പായസവും സ്റ്റോൾ ഇട്ടാലോ? നീ ഉണ്ടാക്കണം. ബോളി പായസം ബോളി ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം, പായസം അവിടെ നിന്ന് ഉണ്ടാക്കണം. മിക്സ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി കലക്കി വെക്കണം. ബോളിയും പായസം എന്തായാലും റെഡി മിക്സ്. അവിടെ ഉള്ളവർക്ക് ഈ സ്പൈസി ഫുഡാണ് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വീറ്റ്സ് കഴിക്കാറില്ല അവിടെ? അതെനിക്ക് അറിഞ്ഞു. സ്വീറ്റ്സ് ഒക്കെ യൂണിവേഴ്സലി കഴിക്കാറില്ല. നമുക്ക് അടുത്ത വർഷം പോയി സ്റ്റോൾ ഇടാം. ഇതൊക്കെ ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നടക്കത്തൊന്നുമില്ല അല്ലേ? നിനക്കിപ്പോ നാഗാലാൻഡ് എത്തിയിട്ടേ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അവിടെ ലാൻഡ് ചെയ്തപ്പം? ഈ നാഗാലാൻഡ് എന്ന് പറഞ്ഞ ഇന്ത്യയിലൊരു വേറൊരു രാജ്യത്ത് ചെല്ലണ ഒരു പ്രതീതി കൾച്ചറലി ഭയങ്കര ഡിഫറൻസ് ആണ്. സംഭവം മെയിൻ ആയിട്ട് അവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ട്രാഫിക് സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആണെന്ന് തോന്നുന്നു. വലുതായിട്ട് ഈ ഹോണടി പരിപാടികളൊന്നും ഇല്ല, ഈ കട്ട് ചെയ്ത് കയറക്കോ ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ വലുതായിട്ട് കണ്ടില്ല. അത് ഭയങ്കര പോയത്. ഞാൻ ഇവിടെ നിന്ന് ആസാം വരെ ഫ്ലൈറ്റിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് ദിമാപൂറോ അങ്ങനെ എന്താണ് സ്ഥലപ്പേര്, നാഗാലാൻഡിൽ അവിടെ ഇറങ്ങിയിട്ട് എത്ര മണിക്കൂറുണ്ട് ട്രെയിൻ? ആസാമിൽ നിന്ന് 5 മണിക്കൂർ എന്തോ. ഗുവാഹട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആസാമില്. അവിടെ നിന്ന് ട്രെയിന് കയറി ദിമാപൂർ, എനിക്ക് തോന്നുന്നു ഒറ്റ റെയിൽവേ സ്റ്റേഷനെ അവിടെ ഉള്ളെന്ന് തോന്നണം. അവിടെ ചെന്നിട്ട് 5 മണിക്കൂർ എന്താണ് ട്രാവല്. ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മള് ടാക്സി വിളിച്ചിട്ട് വേണം ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് പോവാൻ. ഈ ടൈം ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടെ ഈ ടാക്സിയും ബാക്കി ഹോട്ടൽ സ്റ്റേയും അങ്ങനത്തെ പരിപാടികളൊക്കെ. അല്ലാത്ത ടൈം കുറച്ചുകൂടെ ബഡ്ജറ്റ്. ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ലാംഗ്വേജ് അങ്ങനെ നാഗാന്നോ അങ്ങനെ എന്തോ. ഹിന്ദി ഭൂരിഭാഗം പേർക്കും മനസ്സിലാവും. അവര് സംസാരിക്കുന്ന വേറൊരു ഭാഷയാണ്, പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ ഇംഗ്ലീഷും ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയതാ, ഫോട്ടോഷൂട്ടിന് പോയതാ. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഈ ട്രൈബിന്റെ സംഭവങ്ങൾ കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാണ്. നീ എന്തെങ്കിലും എടുക്കാത്ത? ഞാൻ വ്ളോഗ് പോലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ മറ്റേ ഷൂട്ട് ചെയ്യുന്ന സംഭവം വേറെ പുറത്ത് വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് ഇടാത്തതാണ്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തല്ലേ, അപ്പൊ എനിക്ക് പുറത്തിടാൻ പറ്റൂലല്ലോ. പ്രൊഫഷണൽ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. മറന്നില്ല, പറയാൻ പറഞ്ഞെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് അച്ചാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവര് പ്രിപ്പയർ ചെയ്ത നാഗാലാൻഡിൽ അവര് പ്രിപ്പയർ ചെയ്ത നല്ല പട്ടുനൂൽ പുഴുവിനെ അച്ചാറിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ടേസ്റ്റ് നോക്കുന്നുണ്ടോ? ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫെർമെന്റഡ് ബാംബൂ ഷൂട്ട് വാട്ടർ, അതായത് ഇതിന്റെ മുളയില്ലേ, മുളയല്ലടാ, മുളയുടെ മുകളിലത്തെ ഇതില്ലേ തളിർ സാധനം, അതുകൊണ്ടുള്ള ഇത് വെള്ളം, ജിഞ്ചർ, ഗാർലിക്, കിങ് ചില്ലി, ചില്ലി പൗഡർ, എഡിബിൾ ഓയിൽ, ഉപ്പ്.
അപ്പൊ ഇതിനകത്ത് മറ്റേ ഇല്ലേ? മറ്റത് മെയിൻ ഇൻഗ്രീഡിയന്റ് വേണ്ട നോൺ വെജ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. നിനക്ക് പ്രോട്ടീൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സുണ്ടോ? പിന്നെന്ത് എനിക്കുണ്ട്. പക്ഷെ ശ്രീകാന്തേട്ടനെ കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല. തുറക്കണോ? പക്ഷെ എനിക്ക് ഇതുപോലെ പട്ടി ഇറച്ചി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പട്ടിയിറച്ചി ഞാൻ ചെന്നപ്പോ കുറെ മലയാളികൾ എടുത്തു വെച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തുറക്കാൻ തരണേ. അവർക്ക് കൊള്ളാം, എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് പക്ഷെ മനസ്സിലായില്ല. ഞാൻ കണ്ടായിരുന്നടാ കേരള ഫുഡിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. പട്ടി എന്ന് ആലോചിക്കാതെ ഇന്ന് കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് ആ പയ്യൻ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോവും. പട്ടി ഇറച്ചി കഴിച്ചിട്ട് ലോക്കിയുടെ മുഖത്തൊക്കെ ഭയങ്കര. നീ കഴിക്കോ പട്ടി ഇറച്ചി? ഞാൻ കഴിക്കും. നീ കഴിക്കോ? ഞാനാ പട്ടി ഇറച്ചി നോക്കാം. എവൻ ഉപദ്രവിക്കൂ? അതിനെന്ത് കഴിക്കണം? കട്ടീസ് നീ കഴിക്കോ? ഞാൻ കഴിക്കൂല, എനിക്ക് കഴിക്കാൻ പറ്റൂല. അല്ല, ഞാൻ പോണ വഴിക്ക് കണ്ട നീ പട്ടിയൊക്കെ ഇങ്ങനെ കൊന്ന് അങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അച്ഛൻ പറയുമായിരുന്നു പണ്ട് ഇത്. പക്ഷെ കാണുമ്പോ ഒരു വിഷമം തോന്നുന്നു. ബ്രെയിനൊക്കെ വെച്ചിട്ട് എന്തോ സാധനമൊക്കെ ഉണ്ടാക്കും. അപ്പൊ എങ്ങനെയാണ് ഇത്? അത് പറ്റൂല. അതിപ്പോ ആടൊക്കെ ഭയങ്കര ഇതും അതേപോലെ തന്നെയല്ലേ ആൾക്കാര്. പക്ഷെ ഇത് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് തന്നെടാ. അതൊക്കെ റെഡ് മീറ്റ് തന്നെ. ഇത് തുറന്നു നോക്കിയല്ലോ ഗൈസ്. നമ്മള് ഇത് മുക്കി കഴിക്കാൻ വല്ല പെറോട്ട ചപ്പാത്തി എന്തിന്? ഇത് മാത്രമേ ഉള്ളാടാ? ഇത് മാത്രമേ വെറൈറ്റി ആയിട്ടുള്ളായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഉള്ള ടൈപ്പ് സാധനം. ഇത് അലർജി അങ്ങനെ വരും. അല്ല ഇത് പ്രോട്ടീൻ ഇഷ്യൂസ് ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്. ഇത് തുറക്കാറുണ്ട്. തുറന്ന് ഇത് ഫുള്ള് കീറിക്കളാ. മണം നോക്കണം. സ്പൂണുണ്ടോ? സ്പൂണ് അകത്ത് സാധനങ്ങൾ ഇതേപോലെ തന്നെ കിടക്കണം. എവിടെ ഞാൻ മാറ്റി പറയട്ടോ എന്ന് നോക്കട്ടെ. അയ്യോ ഇത് ഇങ്ങനെ ഇരിക്കുന്നാടേ. ഉണക്കിയൊക്കെ വെക്കായിരുന്നു. അവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എടാ ഇവക്ക് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്താ ഞാൻ കഴിക്കാം. നീ അടുത്തതായിട്ട് ട്രൈ ചെയ്യാണ്. ചെയ്തത് ഒരു സൈഡിൽ നിന്ന് ഒന്നുമില്ല. എടാ മൗത്ത് ഫുള്ള് വെച്ചാൽ ചവച്ച് നോക്കിയാൽ അതിന്റെ കറക്റ്റ് ഫ്ലേവർ അറിയാൻ പറ്റും. വായിന് വെള്ളം വരണം. കൊള്ളാടാ, വലിയ പ്രശ്നമൊന്നും തോന്നില്ല. സ്നാക്സ് പോലെ തിന്നോണ്ടിരിക്കുക. ഇന്നലെ ഒരു തൂറ്റിലഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ ഞാൻ. പക്ഷെ എന്തോ ഒരു അതാ അങ്ങനെ ചിന്തിക്കല്ലേ, നിങ്ങൾ കഴിക്കണം. മുട്ടയുടെ മഞ്ഞക്കറി പോലെ ഇരിക്കും. അകത്തെന്തോ നിങ്ങൾ അത് നോക്കാതെ അങ്ങ് വിഴുങ്ങിയ കണ്ണുടച്ച് തിന്നാണ്. കഴി എടാ ഒരു വലിയ പീസ് ഇട്. ആ പുഴുവിന്റെ ടെക്സ്ചർ കാണണം. അതെനിക്ക് പുഴുവിന് ഓർമ്മ. എടാ ഈ ടെക്സ്ചർ ഇല്ലേ, പുഴുവിന്റെ ടെക്സ്ചർ. എങ്ങനെ ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ട്? അവിടെ എന്റെ കൂടെ ഉള്ളവരെ കഴിച്ചായിരുന്നു. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർക്കിലിൽ കോർത്തിട്ട് മറ്റേ ഗ്രില്ല് ചെയ്യുന്ന പോലത്തെ സെറ്റപ്പ് ആക്കിയാണ് തരുന്നത്. ഇത് കുറച്ചുകൂടെ ജ്യൂസി ടൈപ്പ് ആണ് തോന്നുന്നത് കണ്ടിട്ട്. മറ്റേ ഈ കുറച്ച് ലിക്വിഡ് സാധനമൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പച്ചക്ക് കഴിക്കുന്ന സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചവയ്ക്കുമ്പോഴല്ല ഇതിന് ഇങ്ങനെ തെറിക്കും. നല്ല ടേസ്റ്റ്. ഇനിച്ചേട്ടന് ഇഷ്ടപ്പെട്ട എരിവുണ്ടോ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നീ വലുതായിട്ട് കഴിച്ചില്ലടാ അത്. അവിടെ ഒറ്റ പീസ് എടുത്ത് കഴിക്ക്, ചവച്ച് ഇറക്ക്. വേറെ എടുക്ക്, ട്രൈ ചെയ്യ്. വേറെ ഒന്നും എടുത്ത് നോക്കി. അപ്പൊ എനിക്ക് ചവച്ചപ്പോ എനിക്ക് പുഴുവിന് ഓർമ്മ. അങ്ങനെ ഓർക്കാതെ കഴിക്ക്. ഒരു കൊഞ്ച് കഴിക്കും പോലെ തോന്നും അല്ലേ? എടാ പക്ഷെ അതിനൊരു സ്മെല്ല്. ഓ എനിക്ക് വേണ്ട. എനിക്ക് ഇറക്കിയല്ലോ, ഇറക്കി. നീ തൊപ്പിക്കളഞ്ഞു, ഞാൻ ഇറക്കി. ഞാൻ ഒന്നുകൂടി നോക്കാം എന്റെ ഫോബിയ മാറ്റാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്കത് ടേസ്റ്റ് വൈസ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? തായ്ലാൻഡിൽ വേറെ എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതിന് സ്പൈസ് കൂടുതലായോണ്ട് ചവയ്ക്കുമ്പോഴത്തേക്ക് പറഞ്ഞ കൊഞ്ചിന്റെ ആ ഷെല്ലിന്റെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. ഈ പിക്കിളിന്റെ ഒരു സാധനം കൂടെ ലെയർ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. എനിക്ക് തിന്നാലേ പറ്റും. ഒരു വേറൊരു ചളുപ്പുണ്ട് ഇതിൽ. എടാ അതിനൊരു എനിക്ക് പ്രശ്നം പറ്റിച്ച് കഴിഞ്ഞാൽ ചവച്ചപ്പോഴേ ഒരു സ്മെല്ലോ ഒരു ഫ്ലേവർ എന്തോ ഒരു ഇത് കിട്ടി. അത് എനിക്ക് പെട്ടെന്ന് പുഴുവിന് ഓർമ്മ വന്നു. പുഴു തന്നെയല്ലോ ഓർമ്മ വരെ. അതിനെ പക്ഷെ ഇത് കാണുമ്പോ പെട്ടെന്ന് പുഴുവാണെന്ന് വിചാരിക്കാതല്ലേ നമ്മള്. പക്ഷെ എന്തോ ഒരു ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് മൈനിന്റെ പ്രശ്നമാണ്. നെഗറ്റീവ് നമുക്ക് അത് ഓർമ്മ. ടേസ്റ്റ് ഒന്നുമില്ല.
പിക്കിളിന്റെ ടേസ്റ്റ്. പക്ഷെ അവിടെ അതിന്റെ ഒരു മുളവിന്റെ ടേസ്റ്റ്, ആ ഒരു എരിവുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പുളിപ്പ് പോലെ എന്തോ. കഴിച്ചില്ല എന്നിട്ട് നാരകത്തിൻകായ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, നാരകത്തിൻകായ പിക്കിളിടുന്ന അതിന്റെ ടേസ്റ്റ് അതിന്റെ ഒരു. പക്ഷെ എന്റെ ഇവിടെ വന്നവർ അവിടെ നിന്ന് മറ്റേ ഗ്രില്ല് ചെയ്ത സാധനം കഴിച്ചു. അത് കഴിച്ചിട്ട് പറഞ്ഞത് ഈ ഇത് വലുതായിട്ട് കുക്കും ചെയ്തില്ലെന്നുണ്ടോ, പപ്പടം കരിഞ്ഞതിന്റെ ടേസ്റ്റ് എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെ കൊണ്ടു അവിടെ മറ്റേ ഗ്രില്ല് ചെയ്ത സാധനം. സത്യം പറഞ്ഞാൽ ഈ അതിന്റെ അകത്ത് ഒരു ചെറിയൊരു ഒരു 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 എന്താ പറയാ, ഈ മാവിന്റെ ഒരു ടെക്സ്ചർ പോലത്തെ ഒരു സാധനമാണ് അതിന്റെ അകത്ത്. ആ തോട് കഴിക്കുമ്പോ നമുക്ക് കുറച്ചൊരു ക്രിസ്പിനെസ്സും മറ്റേ കൊഞ്ചിന്റെ ഈ നമ്മള് പുറം തോട് കളയാത്ത കൊഞ്ച് ഫ്രൈ ചെയ്യൂലേ അതുപോലത്തെ ഒരു ചവയ്ക്കിന്റെ ഫീൽ. പക്ഷെ അകത്ത് ഈ ഒരു മാവിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. ആ മാവിന്റെ ടെക്സ്ചർ അത് നമ്മള് മറ്റേ ഇത് ആട്ടാമ്പുഴുവിനെയൊക്കെ കൊല്ലുമ്പോ ഒരു അകത്തുനിന്ന് ഒരു സാധനം, അതാണ് എനിക്ക് ഓർമ്മ വന്ന ഒരു അതേപോലത്തെ ഒരു ബട്ടറി സാധനമായിട്ട് തോന്നും. പക്ഷെ അത് ചിലപ്പം ചിലർക്ക് തിന്നാൻ തോന്നില്ല, ചിലർക്ക് കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല. അല്ലേ WHO ആണെന്ന് തോന്നുന്നു അവര് പറയണ തന്നെ എന്തോ നമ്മൾ കൂടുതൽ കിട്ടുന്ന സാധനം ഇതാണ്. ചീപ്പല്ലേ, ചീപ്പ് പ്രോട്ടീൻ അല്ലേ. അല്ല ഞാൻ ഇന്നാള് കണ്ട് എവിടെ സൗത്ത് കൊറിയയിലും എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ ഈ വെൻഡിങ് മെഷീൻ ഇല്ലേ നമ്മളുടെ കിട്ടുന്ന വെൻഡിങ് മെഷീൻസ്, അതിനും പകരം ഇതിന്റെ കോക്രോച്ച്, ക്രിക്കറ്റ് എന്ന് വെച്ചാൽ വിട്ടില് അതിന്റെയൊക്കെ ഉണക്കി സാധനം വരും. അപ്പൊ അവരത് വന്നിട്ട് അത് കഴിക്കാം. ഞാൻ ഒരെണ്ണം ഒരു ഫുള്ള് കഴിച്ചു. നീ ഇറക്കിയില്ല ഒന്നും. എനിക്കത് കഴിക്കണമെന്നുണ്ടാ, പക്ഷേ ചവച്ചപ്പോ എനിക്കത് ഓർമ്മ വെക്കാതെ ചവയ്ക്ക്, കൊഞ്ചാണെന്ന് മനസ്സിൽ വിചാരിക്കും. അതല്ല മൊത്തത്തിൽ ഇത് പറഞ്ഞു. ഇത് നോക്കട്ടാ മൊത്തത്തിൽ എങ്ങനെ കഴിക്കും. ഇതുപോലത്തെ ഒരു സാധനം നേരത്തെ ഞാൻ ചവച്ചത്, രണ്ടാമത്തെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. പക്ഷേ ഇങ്ങനെ ചവച്ച് തിന്നണോടാ കൂളായിട്ട്, ഇങ്ങനെ കാണിക്കണോ? ചവച്ചിറക്കുക, ഛർദ്ദിക്കൂ. അവനെ നിർബന്ധിക്കണം. മതി മതി, കഴിഞ്ഞ് ടേസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. കടിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല നിർബന്ധിക്കണമായിരുന്ന പാവം. കടിച്ചപ്പോ അതിനകത്തൊരു സാധനം ഇങ്ങനെ എണ്ണ കണ്ട. അതെ എണ്ണ എണ്ണയായിരിക്കും. ബ്ലഡ് കണ്ട. ബ്ലഡ് ഒന്നും ഇല്ലടാ അതിന്റെ അകത്ത്. അത് ബ്ലഡ് ഒന്നും അല്ല, അത് എണ്ണയാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടുനൂൽ പുഴു ഉണക്കിയിട്ടിട്ട് ഇതില് കുക്ക് വലുതായിട്ട് കുക്കൊന്നും ചെയ്തിട്ടില്ല. ഇല്ല കുക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഡ്രൈ ചെയ്തിട്ട് മുകളിൽ മസാല ഇട്ടില്ല. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലടാ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കുക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആയിരിക്കും കഴിക്കാനുള്ള, അവരുണ്ടാക്കിയത് പച്ചക്കല്ലേ കഴിക്കണം. ഇത് കഞ്ഞീരൂടെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും. എനിക്ക് ഒന്നും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഇതാണ്ട് ഇവൻ പുട്ട പോലെ കഴിക്കണം. അവനും കഞ്ഞീരോടെ കഴിക്കായിരുന്നു. അല്ല കേരളത്തിൽ എവിടെ ഞാൻ കണ്ട് പുഴുവിനെ വളർത്തിയിട്ട് ഒരാൾ കൺസ്യൂം ചെയ്യുന്നതല്ലേ. ഓക്കെ, അങ്ങനെ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ട് ശ്രീകാന്തേട്ടാ? കൊള്ളാം. ഒരുമായി അത് എനിക്ക് പുഴുവിന് ഓർമ്മ പറഞ്ഞു അത് വായിക്കാത്ത വയ്ക്കുമ്പോ ആ ഒരു. പിന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു വില്ലേജിൽ പോകാനായിട്ട് ടാക്സി വിളിച്ചേ. അപ്പൊ നമ്മൾ കയറിയപ്പോ പുള്ളിക്കാരൻ ചുമ്മാ കാഷ്വൽ ആയിട്ട് ചോദിച്ചു എല്ലാം കഴിച്ചാന്ന് ചോദിച്ചു. പറഞ്ഞ് കഴിച്ചില്ല, നമ്മൾ രാവിലെ ചെന്നിട്ട് കുളിച്ച് അങ്ങ് പോവായിരുന്നു. അപ്പൊ അങ്ങേര് പറഞ്ഞ് ബാ വീട്ടിൽ പോവാം വല്ലതും കഴിക്കാന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി. ഞാൻ ആദ്യം ഇങ്ങനെ പേടിച്ച് ഇങ്ങേരിനി തട്ടിക്കൊണ്ടെങ്കിലും പോവുകയാണ്, നിന്നെ അങ്ങനെ നമ്മള് പേടിച്ച് ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ വീട്ടിൽ എത്തി. അവിടെ ചെന്നപ്പോ പുള്ളിക്കാരന്റെ ഭാര്യയും 2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു ചെറിയൊരു വീട് സെറ്റപ്പ്. അങ്ങനെ നമ്മളെ അവിടെ ഇരുത്തി മറ്റേ ചോറ്, പിന്നെ അവിടെ ഒരു ഇലയുണ്ട്, ഇല പുഴുങ്ങിയ ഒരു കറിയുണ്ട്. ഒരു ഇവിടെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഒരു തോരൻ കണക്കെല്ലാം അരിഞ്ഞിട്ട്. ചീരയല്ല വേറെന്തോ ഒരു പച്ച കളർ ഒരു ഇല പോലത്തെ സാധനം, അത് പുഴുങ്ങിയ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടുകറി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ വറുത്ത സാധനം, പക്കോട, അങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പിൽ. ഹോട്ടലായിരിക്കും അവിടെ. അല്ലല്ല, അവരെ വീട്. അല്ല, നമ്മൾ വിചാരിച്ചു ഇനി അവസാനം എല്ലാം കഴിയുമ്പോ പൈസ വാങ്ങുമെന്ന് പ്രതീക്ഷയാണ് ഇരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ പൈസ ഒന്നും വാങ്ങിയില്ല, ഭയങ്കര കാര്യമായിരുന്നു. നമ്മുടെ ചോറാണ് അത് മറ്റേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സാധനം.
അല്ലടാ നമ്മുടെ ഈ പൊന്നിയരി പോലത്തെ സാധനം നോൺ വെജ് ഐറ്റം ഒന്നും ഇല്ല. അവിടെ നമ്മളെ ചോദിച്ചു വെജ് ആണോ നോൺ വെജ് ആണോന്ന്. അപ്പം വെജ് എന്ന് പറഞ്ഞപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് തന്നത്. അപ്പം അതൊരു സംഭവമായിരുന്നു. ഞാൻ വിചാരിച്ച എന്തായിരുന്നറിയാമോ നീ പറയാൻ ഉദ്ദേശിക്കണത്, നമ്മൾ അവിടെ മാമൻ കൊണ്ടുപോയി അതിനുശേഷം മാനിന്റെ ഇറച്ചിക്കറി അവൻ പറയണത് അതല്ല അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുമായിരുന്നു. ഇല്ല, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രിപ്പുകൾ പോകണതാണ് നല്ലത്. കുറച്ചും കൂടി ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് പോകുന്നതാണ് കുറച്ചും കൂടി better. പൊതുവെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രം പോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയിട്ട് തിരിച്ചു വരും. എടാ അങ്ങനത്തെ കാറ്റഗറി ആൾക്കാർ, അതായത് ഉണ്ട്, പൈസ സ്പെൻഡ് ചെയ്ത് രണ്ട് രീതിയിൽ ടൂറിസം വരും. ഒന്നെന്ന് പറഞ്ഞാൽ പൈസ സ്പെൻഡ് ചെയ്ത് 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അങ്ങനെ പോകുന്ന ഒരു ടീമും ഉണ്ട്. അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജനറലിലൊക്കെ കയറി എങ്ങനെയെങ്കിലും ആ ഡെസ്റ്റിനേഷനിൽ എത്തുക, അവിടെ മാക്സിമം എൻജോയ് ചെയ്യുക, അവിടെ മാക്സിമം അവിടെ കുറച്ചു നേരം താമസിച്ച് അവിടുത്തെ കൾച്ചറുമായിട്ട് ഇത് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പോയത്. ഇതിനു മുമ്പ് നേപ്പാളിൽ പോയപ്പോഴും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അവിടെ മാക്സിമം ഈ വില്ലേജിലൊക്കെ പോയി. ഇത് നാഗാലാൻഡ് കഴിഞ്ഞ നേപ്പാളിലോട്ട് ചാടി. അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നേപ്പാളും നീ ഒരു 10-15 ഇതിപ്പോ ഞാൻ മാത്രല്ലേ, നിങ്ങൾ ഇതിവിടെ പറ. നമ്മളില് ഈ വർഷം നീ ഇതായിട്ട് പോയത് നീയാണ് കൂടുതൽ. ട്രിപ്പ് പോയത് നീയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ട്രിപ്പ് പോയി. ഇവൻ മൂന്നാറ് പോയി. മൂന്നാറ് ഫ്രണ്ട്സ് 1 ഡേ ട്രിപ്പ്. എടാ ഞാൻ അവസാനം ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് പോയത് ന്യൂ ഇയറിന്റെ കൊടൈക്കനാൽ ബൈക്കിലാണ് ട്രിപ്പ് അടിച്ചത്. കാരണം പിന്നെ ഫാമിലി കൊച്ചുങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. നിങ്ങൾ പോയപ്പോ കൊച്ചായില്ലായിരുന്നു? ഇല്ല. എടാ 29-ാം തീയതി ഡെലിവറി, നമ്മൾ 1-ാം തീയതി കൊടൈക്കനാലിരിക്കും. അടിപൊളി. അവസാനം എക്സ്പെക്ട് ചെയ്ത് തന്നെ പോയത്. ഞാൻ ഇത്തവണ ഇവിടെ പോയി മീശപ്പുലിമലയും അവിടെയൊക്കെ ട്രെക്കിങ്ങിന് പോയി, കൊളുക്കുമലയൊക്കെ. അത് നല്ല രസമായിരുന്നു. ഒരു 3 ദിവസം എല്ലാം കൂടി നല്ല. അവിടെ പോയിട്ട് കൊളുക്കുമല പോകാൻ ഭയങ്കര രസമാണ്. ഒരു രാവിലെ 4 മണിക്ക് എണീറ്റ് പോകണം. ഇപ്പൊ ജീപ്പിലാണ് പോണം. ജീപ്പിൽ പോകുമ്പോഴത്തേക്കും കുറെ ദൂരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും. വല്ലാത്ത ഓഫ് റോഡാണ്. കുറച്ച് കഴിയുമ്പോൾ വല്ലാതെ ദേഹമൊക്കെ വേനെടുക്കും അവിടെ ഇടിച്ചിടിച്ച്. അപ്പം അല്ല കൊളുക്കുമല കൊളുക്കുമലയിൽ പണ്ട് നമ്മളെ വണ്ടി തന്നെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവര് ഡേഞ്ചർ ആണ്, സേഫ് അല്ല. പലയിടത്തും റോഡൊക്കെ അങ്ങനത്തെ റോഡാണ്. തിരിച്ചൊക്കെ ഇറങ്ങി വരും വണ്ടി, പോണ പോക്കിന് തന്നെ തിരിച്ചിറങ്ങിയൊക്കെ വരും ചില സ്ഥലത്തൊക്കെ. ഒട്ടും റോഡൊന്നും അത്ര സേഫ് ഒന്നും അല്ലാത്തൊരു സാധനമാണ്. അവര് തന്നെ ഓടിക്കാനാണ് ബെസ്റ്റ്. പക്ഷെ കഷ്ടപ്പെട്ട് മോളിൽ ചെന്ന സൺറൈസ് അത് വൺ ഓഫ് ദ ബെസ്റ്റ്. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോ ഒരു പയ്യൻ വന്ന് സംസാരിച്ചടാ പോഡ്കാസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞു. ഒരു ജീപ്പിന്റെ ഒരു ഡ്രൈവർ പയ്യൻ, അവൻ വന്ന് സംസാരിച്ച് ഭയങ്കര കാര്യമായിരുന്നു അവന്. ഞാൻ വിചാരിച്ചു ഇനി വണ്ടി വേണോന്ന് ചോദിക്കാനായിരിക്കും. നല്ല പുള്ളി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്ന. എന്നിട്ട് അവിടെ ഒരു ദിവസം നിന്ന് പിന്നെ മീശപ്പുലിമല പോയി. അത് നല്ല രസമായിരുന്നു. അവിടെ റോഡോ മാൻഷൻ എന്നും പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്. റോഡോ മാൻഷൻ ഗവൺമെന്റ് ആണെന്നോ പ്രോപ്പർട്ടി ആണെന്നോ. അവിടെ മേളിൽ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്ത്. അവിടെ വരയാടൊക്കെ വരും. അവിടെ കുറെ നടക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു ദിവസം ട്രെക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ച് വേറൊരു വഴി തിരിച്ച് കറങ്ങി ഇവിടെ തിരിച്ചു വരും ബേസ് ലൊക്കേഷനിൽ. പക്ഷെ നമ്മൾ പോയിട്ട് ഒരു കുന്ന് കഴിഞ്ഞ് അടുത്ത കുന്നെത്തിയപ്പോഴത്തേക്ക് അപ്പുറത്തെ കുന്നിൽ ആനയൊക്കെയാണ്. അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ കൂടെ വന്ന് അവര് പറഞ്ഞ ആന അവിടെ നിൽപ്പുണ്ട്, ഇനി ആ ലൊക്കേഷനിൽ പോകണ്ട. കാര്യം നമ്മളവിടെ നമ്മൾ വിചാരിക്കും ആന ദൂരെ നിൽക്കണ പോകാൻ പറ്റും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ഇറങ്ങി വരുമെന്നാണ് പറയണത്. ആനയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റും. നമ്മളെ കാര്യം സ്പീഡിന് ഇറങ്ങി വരും. അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് വേറെ നമ്മളൊന്ന് ഇതിനൊക്കെ ഉണ്ടായിരുന്നു. ചെന്നായ 2 ചെന്നായ സ്പോട്ട് ചെയ്തത്. കുരുന്നറിയാണ്. കുറുനരിയല്ല, കുറുനരല്ല, ചെന്നായ ആക്രമിക്കൂലേ. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മലയിൽ നിന്ന് ഇറങ്ങി വരെയാണ്. അപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും രണ്ടു പേര് കയറി പോകുന്നുണ്ട്. അതിന് തൊട്ട് ഫ്രണ്ടിൽ കൂടെ എന്തോ 2 സാധനം പെട്ടെന്ന് ഇറങ്ങി പോകണം. ഞാൻ പറയും എന്തോ 2 സാധനം പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വല്ല ആൾക്കാരും അറിയും. പക്ഷെ ആൾക്കാർക്ക് ഇത്രയും സ്പീഡിൽ ഇറങ്ങി പോകാൻ പറ്റില്ല. അത് ഈ മനുഷ്യരെ കണ്ടപ്പോഴത്തേക്കും അത് ഇപ്പുറ സൈഡിലൂടെ പട്ടി ആ ചെന്നായിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് വരയാടി ഇപ്പോണ്ട്. അതിന്റെ സൈഡിൽ ചെന്ന് 2 എണ്ണം ഇപ്പോണ്ട് നമ്മൾ സ്പോട്ട് ചെയ്തു. പിന്നെ ആനയെ കണ്ടെന്ന് വരയാടിന്റെ കുറെ എണ്ണത്തിന് അടുത്ത് കണ്ട്. അതിന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു വരയാടിനെ കണ്ട് ഭയങ്കര സ്പീഡിലൊന്നും പറഞ്ഞ് നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഒന്ന് ജനലിന്റെ അവിടെ നിൽക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ആൾക്കാർ ഇഡ്ഡലിയായി കൊടുക്കണം. എന്തോ ഫുഡൊക്കെ എന്തോ അവരെ കിട്ടിയ രാവിലത്തെ ഫുഡൊക്കെ എടുത്ത് അതിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ചിലതിനൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു വയ്യാത്തതുണ്ട്. കാലിനൊക്കെ ഇൻഫെക്ഷൻ പോലെയൊക്കെ ഒരു നീര് പോലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞാൽ അത് ഈ ബേസ് ലൊക്കേഷൻ അടുപ്പിച്ചതിനെ നിൽക്കുമെന്ന്. കാര്യം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ട. പിന്നെ ഇവിടെ മനുഷ്യരുള്ളതുകൊണ്ട് വേറെ മൃഗങ്ങൾ അധികം ഫുഡും കിട്ടും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിനും അങ്ങനെ അവിടെ നിൽക്കുന്ന ഇതുകൊണ്ട് ആ സൈഡൊക്കെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്.
പക്ഷെ അത് നല്ല രസമായിരുന്നു. മീശപ്പുലിമലയൊക്കെ ഇവിടെയൊക്കെ 1-2 ദിവസം പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മീശപ്പുലിമലയിലെ സാധനമൊക്കെ. പിന്നെ ഇടയ്ക്ക് ഇവിടെ പോയി ഗൂഡല്ലൂർ എന്നും പറഞ്ഞത്, നമ്മുടെ ഈ നിലമ്പൂരൊക്കെ കഴിഞ്ഞിട്ട് അതുവഴിയാണ് ഊട്ടി മസനഗുഡി യാത്ര ചെയ്യണം. പക്ഷെ അത് ഭയങ്കര കിടിലം റോഡും ഒരു സീനിക് ഭയങ്കര യാത്രയാണല്ലേ. അത് ഭയങ്കര മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഇത്തിരി ഡേഞ്ചർ സ്ഥലമാണ്. ആനയൊക്കെ ഇറങ്ങും. ഒരുപാട് ആനയുണ്ട് അവിടെ തന്നെ, ഒരുപാട് ആനയുണ്ട്. നമ്മൾ പോയപ്പോൾ വഴിയിൽ കുറെ ആന. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ അവരോട് ചിലപ്പോ അവര് തന്നെ വളർത്തണം, അവരുടെ തന്നെ ആനയായിരിക്കും വഴിയിലിരിക്കുന്നത്. ആനയുണ്ട്, അവർക്കൊരു ആനയുടെ സെറ്റപ്പ് ഉണ്ട്. മറ്റേ എലിഫന്റ് വിസ്പറർ ഇതില്ലേ നമ്മൾ അന്ന് പറഞ്ഞിട്ട് അത് അവിടെയാണ്, അവിടുത്തേതാണ്. നമ്മൾ അവിടെ രാവിലെ പോയപ്പോ ആനയൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെയാണ്, ആ സ്ഥലത്താണ്. അല്ല ഈ ഒരു സ്ഥലമേ ഭയങ്കര രസമുണ്ടടാ. ഈ ഒരു ഒരുപാട് വൈൽഡ് അനിമൽസിനെ കാണാൻ പറ്റും പോണ റൂട്ടിൽ. ഇപ്പം താറകേരാണെങ്കിൽ പോകാൻ നല്ല രസമായിരിക്കും. കാര്യം കുറച്ചും കൂടി സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. നമുക്ക് പോകുമ്പോ തന്നെ കാട്ടുപോത്തിനെ അത് എത്തുന്നതിന് മുന്നേ ആ റൂട്ട് ഒരുപാട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. കുറെ മാനിനെ കണ്ടു. മാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിന്റെ അയ്യര് കളി. മാന്, കരടി, ഞാൻ വീഡിയോസ് കാണാം. കരടി വീഡിയോസ് എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത് മലയാളം ക്രിയേറ്ററിൽ നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യണം ഒരുപാട് വൈബ്. പിന്നെ വേറൊരു ഒരുപാട് ട്രാവൽ അങ്ങനെ ഒരു എന്നും പറഞ്ഞിട്ടൊരു അള്ളി ഇതില് നമ്മള് കരടിയെ കണ്ട്. അത് ഭയങ്കര റേഡെന്നാണ് അവര് പറയുന്നത്. കരടി അങ്ങനെ കാണാൻ കിട്ടൂല അവിടെ. കരടിയെ കാണാൻ കിട്ടുന്ന ഭയങ്കര പാടാണ്. അവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പം അവിടെ ഒരു ജേണി ഉണ്ട് അകത്തോട്ട് പോകാൻ വേണ്ടി, സ്പോട്ട് ചെയ്യാൻ. ഈ കടുവയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോകണം. ചില കണ്ട് അത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് ആ ലൊക്കേഷനിൽ ചെന്ന് അവരെ വണ്ടിയിൽ കൊണ്ടുപോകും. ഒരു സഫാരി, ഫോറസ്റ്റ് സഫാരി ഉണ്ട്. അപ്പൊ അവിടെ ബേസിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ് എന്നാണ് ലാസ്റ്റ് കണ്ടേന്നുള്ളത്. അപ്പൊ കരടിയൊക്കെ റെയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ എഴുതിയിട്ടുണ്ട്. അതിന്റെ കടുവയും ഇതിനെയും കാണുന്നതും കുറച്ച് റെയർ ആണ്. അത് അങ്ങനെ വൈറ്റ് ടൈഗർ അത് ഞാനും കണ്ടു. അല്ല ഇത് ഇത്തിരി വലിയ വൈഡ് ഭയങ്കര വലുതാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ കിട്ടില്ല. നമ്മൾ പോയപ്പോഴത്തേക്കും ഒരു സൈഡിൽ ഒരു മരത്തിൽ കിടന്ന് വാന്തിക്കൊണ്ടിരിക്കുന്ന ഈ കരടി. അതിന്റെ സഫാരി പോയപ്പോഴും അവര് പറഞ്ഞത് ഡേഞ്ചർ സാധനം കരടിയാണ് ഏറ്റവും ഡേഞ്ചർ എന്നാണ് പറയണത്. അപ്പൊ കടുവയൊക്കെ ഒരിടത്ത് കണ്ടാലും ഒരു പുള്ളി പറഞ്ഞതാണ്, അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവയ്ക്ക് മനുഷ്യരുമായിട്ട് വലിയ മനുഷ്യർ ഉപദ്രവിക്കുന്ന സാധനമാണോ കഴിക്കാൻ പറ്റുന്ന സാധനമാണോ ഒന്നും കടുവയ്ക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അവര് പറഞ്ഞ. കടുവയ്ക്കും പുലിക്കൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് അവര് കുറച്ചേരം നമ്മളെ നോക്കും. അവര് നോക്കുമ്പോ 2 കാലിൽ എണീറ്റിരിക്കുന്ന ഒരു ജീവി അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ത്രെറ്റ് ആണോ അതോ ഇതൊരു പ്രേ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അത് കുറച്ചേരം നോക്കും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് പോകും. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തിരിഞ്ഞ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ചിലപ്പോൾ വരുമായിരിക്കും. നമ്മളുടെ മീറ്റിൽ നിന്ന് അവരെ കഴിച്ച് ഇതില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നം വരും. പക്ഷെ കരടി അങ്ങനെയല്ല. കരടി കുറച്ചും കൂടി ചുമ്മാ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് അവർ. കഴിക്കും. മറ്റേത് ഒമ്നിവറാണ്, ഇതും കഴിക്കും. കൂടുതൽ കാർണിവറാണ്. എന്ന് വെച്ചാൽ കൂടി നിൽക്കുന്നത് മാംസങ്ങളാണ്. നമ്മള് മനുഷ്യർ രണ്ടും കഴിക്കൂലേ. ഇത് ഫ്രൂട്ട്സ് കഴിക്കും. കരടി ഫ്രൂട്ട്സ് കഴിക്കും. കരടി അത് തന്നെ. നമ്മൾ ഈ 4 കാലിലിരിക്കുമ്പോൾ 2 കാലിലിരിക്കും. അല്ല കരയിലെ ഏറ്റവും വലിയ ഈ കാർണിവോറസ് മറ്റേ ഇതാണ്, ധ്രുവക്കരടിയാണ്. പിന്നെ കരടി ആക്രമിച്ചു കഴിഞ്ഞാൽ ചത്തെന്ന് ഉറപ്പ് വരാതെ കരടി പിന്നോട്ട് പോകും. കരടിയെ കുറച്ചും കൂടി അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലോസ് ഉണ്ടല്ലോ ഭയങ്കര നീളമുള്ള സാധനമാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ഉണ്ട്. കണ്ടില്ലേ നല്ല നീളം ഉണ്ട് അതിന്. അല്ല നിങ്ങൾ ഈ ഇടയ്ക്ക് മറ്റേ ശാന്തിരി ഫസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. ചെറിയ ട്രിപ്പൊക്കെ 1-2 ദിവസം ട്രിപ്പൊക്കെ പോകാൻ പറ്റാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങനെ എല്ലാരും ഒത്തു കിട്ടുന്നത് ഒരു ടാസ്ക് അല്ലേ. പിന്നെ ഒരു ചെറിയ ട്രിപ്പൊക്കെ നമുക്ക് ചുമ്മാ പോകാൻ പറ്റും. ചെറിയ ട്രിപ്പൊക്കെ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എന്താ മൂന്നാറൊക്കെ പോവാം. അതൊക്കെ ഒരു ട്രിപ്പല്ലേ. പിന്നെ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ വേണം. ഇൻട്രസ്റ്റ് വേണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ട്രിപ്പ് പോകണ്ട. സത്യം പറഞ്ഞാൽ എനിക്കത് പോണോന്ന് വലിയ ഒന്നും ഉണ്ടായിരുന്നു. മീൻസ് അവിടെ മലേഷ്യയിലാണ് പോണത്. എനിക്ക് മലേഷ്യ പോണോന്ന് വലിയ താല്പര്യം ടിക്കറ്റ് പോകാൻ പറ്റില്ലല്ലോ. എന്റെ പേരിലല്ലേ ടിക്കറ്റ്.
ഇനി ശവനെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റും. പറ്റും. ക്യാൻസൽ ചെയ്തിട്ട് അല്ലേ? അതെ, പിന്നെ പൈസ എന്റെ അക്കൗണ്ടിൽ വരും, പിന്നെ നീ ടിക്കറ്റ് എടുക്കണം. റീഫണ്ട്. എടാ അങ്ങനെയൊന്നും ഒരു ട്രിപ്പ് പോകാൻ പറ്റില്ല. കാര്യം ഞാൻ പോണത് എന്റെ സർക്കിളിലായിരിക്കും, നീ അതിൽ എന്തായാലും പോകൂല. ഞാൻ നിങ്ങളോട് വരാറുണ്ടല്ല, എവനെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും കയറി പോകും. എനിക്ക് അത്ര താല്പര്യം. അല്ല എവ അഡ്ജസ്റ്റ് ചെയ്തു. അല്ല അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആയിരിക്കും. അല്ല പെട്ടെന്ന് ഒരു ട്രിപ്പൊക്കെ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എത്ര സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ പോകുമ്പോഴേ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മള് എങ്ങനെയെങ്കിലും മിങ്കിൾ ആവും. അല്ലടാ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മിങ്കിളാവും. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗ്രൂപ്പ് അല്ലാതെ ഒരു സാധനം പോവായിരിക്കും. അതിനോട് ചിലപ്പോ നമ്മൾ ആവൂല. കാര്യം അതില് വേറൊരു വൈബ് ആയിരിക്കും. എനിക്ക് സിങ്ക് ആവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇവന്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാൻ അത്ര പരിചയമില്ല. എനിക്ക് അവര് സംസാരിക്കുമ്പോൾ ഇവര് തമ്മിൽ മിങ്കിൾ ചെയ്യും പോലെ എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ റിസ്ക് എടുത്ത് പോണം. അവിടെ ചെല്ലുമ്പോ അറിയാം ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആവുമായിരിക്കും. ആവും, പക്ഷെ എല്ലാവർക്കും ആവണമെന്നില്ല. എല്ലായിടത്തും എല്ലാവരും ഇപ്പം നമ്മളൊരിടത്ത് പോയിട്ടുണ്ട്, അത് വലിയ സീൻ ഇല്ലായിരുന്നു. കാര്യം എനിക്കറിയാം അവർ രണ്ടും വലിയ സീനില്ല. ഷിജു സൂരജും ആയിരുന്നു അന്ന്. ഞാൻ പറഞ്ഞു നിന്റെ അടുത്തും ചോദിച്ചു, പക്ഷേ യവൻ വന്നില്ല. യവൻ വന്നു, പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നല്ലോ. ആദ്യത്തെ കുറച്ച് നേരം ഒരു മൂകതയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ട്രാക്കിലാവും. അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോ യവനാണെങ്കിൽ ചിലപ്പോ അത്ര ഇതാവണമെന്നില്ല, പെട്ടെന്ന് അത്ര ആവണമെന്നില്ല. അത് കാരണം ചെയ്തിരിക്കും. ഇപ്പം ഒരു ഇൻട്രോവേർട്ട് ആണ് പോണെന്ന് വെച്ചോ. ഇപ്പൊ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ് പോണെങ്കിൽ ചിലപ്പോ ഒതുങ്ങിക്കൂടി ബാക്കിയുള്ളവർ ഇനിഷ്യേറ്റീവ് എടുക്കണം, നമ്മളെ ആ ഇതില് എത്തിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കണം. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒതുങ്ങിക്കൂടാനേ നോക്കുള്ളൂ. ബാക്കിയുള്ള മറ്റേ ആൾക്കാരും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ആ ട്രാക്കിൽ എത്താൻ പറ്റും. ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു, എനിക്ക് ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. അത്യാവശ്യം നല്ല വൈബായിരുന്നു ആ ട്രിപ്പ്. നമ്മൾ കൊടൈക്കനാലിൽ പോയി, അത് നല്ല രസം. ഇത് വൈറലാവുന്നതിന് മുന്നേ നമ്മൾ പോയി, ഇറങ്ങുന്നതിന് മുന്നെയാണ് പോയത്. നമ്മളിപ്പോ നിങ്ങളും പോയായിരുന്നു? ഗുണ കേവ്സ് പോയായിരുന്നു? നമ്മൾ ആക്ച്വലി ഈ ബൈക്കിലാണ് പോയത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. R15 ഇങ്ങനെ വല്ലാത്തൊരു റൂമൊന്നും എടുത്തില്ല. നമ്മള് പോയി നമ്മളെ പ്രോപ്പർ ഇതെന്ന് പറഞ്ഞാൽ വിചാരിച്ചു വെച്ചിരുന്നത് ടെന്റിൽ തന്നെ സെറ്റിൽ ചെയ്ത്, അല്ലാതെ റൂം ഒന്നും എടുക്കണ്ട, ടെന്റിൽ തന്നെ നമ്മൾ 4 പേരും കൂടെ സെറ്റ് ചെയ്ത് കിടക്കണം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പം നമ്മളവിടെ പോയ സമയത്താണ് കറക്റ്റ് ജനുവരി 12 ന്യൂ ഇയർ എത്തിയില്ല. പക്ഷെ അതിന് മുന്നേ ടേൺ കയറി തുടങ്ങിയ ആ മേളിൽ കയറുന്ന ആ സമയത്ത് ആ നടുക്കെത്തിയപ്പോഴാണ് ഈ ജനുവരി 1 ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആയത്. എല്ലാരും ഇങ്ങനെ പോണ വഴി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞൊക്കെ പോവാ. പിന്നെ നമ്മളങ്ങ് മേലിൽ കയറിയപ്പോഴത്തേക്കാണ് ഭയങ്കര തണുപ്പ്. അപ്പോഴാണ് മനസ്സിലായത് ഡിസംബർ മാസം ടെന്റിൽ കിടക്കലെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ജോബിയും കൂടെയാണ്. ജോബിക്കാണെങ്കിൽ ടെന്റിൽ കിടന്നാലേ പറ്റൂ. അവൻ ഈ ടെന്റും എല്ലാം സെറ്റ് ചെയ്തിട്ട് ചേട്ടാ വന്നാൽ മതി നമ്മളെല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ തണുപ്പ് ഒടുക്കത്തെ തണുപ്പ്. പിന്നെ നമുക്ക് ടെന്റ് വെക്കാൻ സ്ഥലമില്ല. ഒരു ടെന്റ് മാത്രമേ ഉള്ളൂ. ഒരു ടെന്റ് നല്ല സ്പേസ് ആണ്. അവിടെ പോയി റൂം ചോദിച്ചടാ. റൂം റെന്റ് കഴിയുമ്പോ 3500, 4000 നല്ല പൈസ. അത് കേട്ടപ്പോഴത്തേക്ക് സാറിന് ടെന്റിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ പോയി ഒരു പെട്രോൾ പമ്പിൽ സൈഡില് ടെന്റ് അടിച്ച് അവിടെ കിടന്നു. അവിടെ കിടന്നിട്ട് 6-6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കിടന്നപ്പോ തന്നെ 3 മണി 4 മണിയാവും അല്ലേ? 3 മണിക്ക് 4 മണിയാകണം. 6:30 ആയപ്പോഴത്തേക്ക് അങ്ങനെ തട്ടി വിളിച്ചെണീപ്പിച്ചു. പിന്നെ പെട്രോൾ പമ്പ് ഓപ്പൺ ആവൂല, ഓപ്പണായി ചായ കുടിച്ച് പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ബാത്റൂം സൗകര്യങ്ങൾ അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇച്ചിരി കാരണം മൂന്നാർ ആയതുകൊണ്ട് ഇച്ചിരി വിഷയമാണ്. ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാല് അവിടുത്തെ റെസ്റ്റോറന്റ്, എല്ലാ റെസ്റ്റോറന്റിലും ഇത് ബാത്റൂം ഇല്ലല്ലേ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഇച്ചിരി വൃത്തി കുറവായിരുന്നു. നല്ല വിഷയം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇവിടുത്തെ അവിടുത്തെ പെട്രോൾ പമ്പിലൊന്നും ടോയ്ലറ്റ് ഒന്നും ഇല്ല. ഇല്ലേ? അത് ഈ കോമൺ ആയിട്ടുള്ള ഒരു നിയമം അല്ലേ? ക്ലോസ് ചെയ്തിട്ടേക്ക്. നിങ്ങൾ എവിടെയാണ് ഉപയോഗിച്ചത്?
പബ്ലിക് ടോയ്ലറ്റ് അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. വെളിയിൽ വെച്ചിട്ടുള്ള മറ്റേ ഷീറ്റ് മറ്റേ ഇതുപോലെ അല്ല മറ്റേ ഒരു ഇവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് പോണ അതാ അത് വൃത്തിയൊക്കെ ഉണ്ട്. അത് വൃത്തിയുണ്ട്. പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കാൻ പോകുന്നിടത്ത് മറ്റേ പൂണ്ടി അവിടെയൊക്കെ പോയാ പൂണ്ടി പോയി. പൂണ്ടിയില് അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര രസമില്ല. അതായത് ആ കൃഷി ചെയ്യണത് സ്റ്റെപ്പ് പിന്നെ അവിടെ പൂണ്ടുണ്ട്. മറ്റേ പൂണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് വെളുത്തുള്ളി പൂണ്ടെന്നാണ് പറയണത്. അറിയാമോ ഇവിടെ പൂണ്ടെന്ന് പറയും. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ അടിച്ചേരുമ്പോ പൂണ്ടെന്ന് കൊടൈക്കനാലില് പൂണ്ടിയിലെ ഇത് ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ പേര് വന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അവര് അതിനെ ഭയങ്കര കുറച്ചുകൂടി വലുതാണ്. ആ പൂണ്ട് കുറച്ചും കൂടി നമ്മുടെ സാധാ വെളുത്തുള്ളിയെക്കാരും കുറച്ചും കൂടി വലിയ ബൾബാണ്. കുറച്ച് നല്ല രസമാണ്. പച്ചക്കൊക്കെ എന്നിട്ട് അത് അവിടെ ഇങ്ങനെ കുറെ ഓർമ്മ ഉണ്ടോ, ഉണക്കിയിട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കും. അത് ഭയങ്കര രസമുള്ളതാണ്. വില്ലേജിൽ കറങ്ങാനൊന്നും പോയില്ല. നമ്മള് കുറച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് നമ്മള് വില്ലേജിന് അകത്ത് ഇറങ്ങി അവിടെയൊക്കെ സീസൺ ആയിരിക്കത്തില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തില് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാൻ പോയത് ഒരാളല്ലേ ഉള്ളൂ. നേപ്പാള്. അത് ഇന്റർനാഷണൽ എന്നൊന്നും പറയാൻ പറ്റൂല. നേപ്പാള് വേറെ പക്ഷെ അത് പോയത് ഭയങ്കര സംഭവമാണ്. അല്ല അവിടെ നമുക്ക് മറ്റേ ഞാൻ കയറിപ്പോയത് സൈക്കിളിലാണ് കയറിപ്പോയത്. പക്ഷെ അതൊരു ഫീൽ ആവൂല, അതൊരു ഇന്റർനാഷണൽ ആണ്. പാസ്പോർട്ട് അകത്ത് കയറിയിട്ട് അടിക്കാൻ വേണ്ടിട്ട് പോയി അടിച്ചതേ ഉള്ളൂ. അടിക്കണമെന്നില്ല. അല്ലാതെ നമുക്ക് ID കാർഡ് കാണിച്ച് പോകാൻ പറ്റുമോ ഇന്ത്യക്കാർക്ക്? പാസ്പോർട്ട് നിർബന്ധമില്ല, ഫ്ലൈറ്റ് വരുന്നെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മള് നേപ്പാളാണ് ഇപ്പൊ സത്യം പറയാൻ നോക്കിയത് ആദ്യം. അപ്പോഴത്തേക്കും നേപ്പാൾ ഈ ഡിസംബർ സമയമായതുകൊണ്ട് ഫ്ലൈറ്റ് ഭയങ്കര റേറ്റ്, 33 രൂപ, 35-40 രൂപ. സീസൺ ടൈമിൽ എല്ലാത്തിനും നല്ല റേറ്റ്, നല്ല പൈസ ആവും. അപ്പൊ ഞാൻ വിചാരിച്ച് യവനം പോയത് ഭയങ്കര കുറച്ചല്ലേ, വേറൊരു സമയത്ത് ഞാൻ നല്ല ബഡ്ജറ്റ് കുറച്ചാണ് പോയത്. ഇവിടുന്ന് 4-5 ദിവസം കൊണ്ടാണ് ട്രെയിനിൽ പോയത്. അത് സത്യം പറഞ്ഞാൽ ട്രെയിൻ എല്ലാരും ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്, പക്ഷെ എനിക്ക് അത്ര ഒരു പ്രശ്നം തോന്നിയില്ല. ബാത്റൂം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യൂസബിൾ ആയിരുന്നു. അങ്ങനെ ഈ നിധി കിട്ടുന്ന പരിപാടിയൊന്നും എനിക്ക് ഉണ്ടായില്ല. സ്ലീപ്പറിലാ പോയാ? ഇവിടുന്ന് മുംബൈ വരെ സ്ലീപ്പറിൽ പോയി. എനിക്ക് പക്ഷെ സ്ലീപ്പറാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല തന്നെ. മുംബൈ കുറച്ച് ബെറ്റർ ആണെന്ന്. നമ്മള് കേരളം കഴിഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ ഈ നമ്മൾ സ്ലീപ്പറിൽ ബുക്കിംഗ് ചെയ്ത പോലെ നല്ല ആൾക്കാർ വന്നിരിക്കുന്നത് ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരിക്കും. അത് സെലക്ട് ചെയ്യുന്ന റൂട്ട് അനുസരിച്ചിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഇവിടന്നെ ഈ ബംഗാളൊക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ അതിഥി തൊഴിലാളികളൊക്കെ പോകുന്ന ഒരു റൂട്ടില്ലേ, ആ ഏരിയയിലാണ് ഈ പ്രശ്നം വരുന്നത്. ഈ മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊന്നും അത്രയും ഈ ആൾക്കാർ എന്താണ് ഈ തിരക്കിന്റെ ഒരു പ്രശ്നം കുറവാണ്. അത് മാത്രമല്ല എല്ലാം മറ്റേ TTR വന്ന് എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് വലിയ സീനൊന്നും ഇല്ല. ഞാൻ ഇപ്പം ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ ട്രെയിനിൽ കയറുന്നുണ്ട്. കേരളത്തിനകത്ത് കൊച്ചിയിൽ നിന്ന് പക്ഷെ അവിടെയൊന്നും വലിയ പ്രശ്നമില്ല. കേരളത്തിനകത്തുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം നീറ്റാണ്. പുറത്തോട്ട് വന്ദേ ഭാരത് ഡെയിലി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുതലാവൂല. 900 രൂപ 1800 രൂപയൊക്കെ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. 750 അല്ലടാ, 850-900 എന്തോ. ഫുഡും കൂടി എടുത്തപ്പോ 1700 രൂപ എന്തോ, എനിക്ക് 1000 സംതിങ് ആയി. അത് 2000 ഒക്കെ ആവും. കുഴപ്പം വരൂല. പിന്നെ ഇവൻ പറഞ്ഞ പോലെ റൂട്ടിന്റെ പ്രശ്നം ഉണ്ടല്ലോ. മുംബൈ എനിക്ക് തോന്നുന്നു അത്ര ഭയങ്കര കുഴപ്പമില്ലായിരുന്നു. എടാ, നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വർക്ക് ചെയ്തിട്ട് അതിന്റെ ലീവ് എടുത്ത് പോവുകയാണെങ്കിൽ 3 ദിവസം അങ്ങോട്ട് 3 ദിവസം ഇങ്ങോട്ട്, അപ്പൊ 6 ദിവസം പോയി. അപ്പൊ 6 ദിവസത്തെ ലീവ് ഒന്നും അങ്ങനെ അടുപ്പിച്ച് കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ടൈം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ടൈം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോവാം. നമുക്ക് കുറച്ചുകൂടി രസമായിരിക്കും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ മുംബൈയിൽ നിന്ന് അങ്ങോട്ട് മുംബൈയിൽ നിന്ന് പിന്നെ AC ആണ് എടുത്തത്. AC എന്ന് വെച്ചാൽ മറ്റേ നമ്മള് തേർഡ് AC മുംബൈയിൽ നിന്ന് ഈ യുപിയില് ഒരു സ്ഥലമുണ്ട്, പേര് ഞാൻ മറന്നുപോയി. UP വരെ ഈ നമ്മുടെ നേപ്പാളിന്റെ ബോർഡറിന് അടുത്തുള്ള ഒരു സ്ഥലം, അതുവരെ തേർഡ് AC ആണ് എടുത്തത്. അത് പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് കയറിയ പോലെ ആയിരുന്നു. അതാണെങ്കിൽ തേർഡ് AC മറ്റേ 3 സീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിൽ കയറി ഇരിക്കാനും പറ്റത്തില്ല, തല തട്ടും. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഞാൻ മറ്റേ കമ്പിളിയും പോച്ച് കിടപ്പായിരുന്നു. ഏറ്റവും മുകളിലായിരുന്നു. മറ്റേ ഈ കാറ്റടിക്കുന്നതിന്റെ അങ്ങനെ ഐസായിട്ടാണ് അങ്ങ് എത്തിയത്. അപ്പം പിന്നെ ഫുഡ് ഞാൻ അങ്ങനെ അധികം ഈ കഴിച്ചില്ല. ഞാൻ ഈ ബ്രെഡും പീനട്ട് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയായിരുന്നു. അപ്പൊ അത് മാത്രമാണ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടായി, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും എനർജി ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പൊ ഫുഡ് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ്
കഴിക്കണമെന്നുള്ള ഒരു പാഠം ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഫുഡ് അത്യാവശ്യം കഴിക്കണം. ഞാൻ ഈ എന്തെങ്കിലും ഫുഡ് പോയിസൺ അടിക്കുമോ എന്നുള്ള ഒരു പേടിയിൽ പിന്നെ ഇത് മാത്രമേ കഴിച്ചോളൂ. നേപ്പാളിൽ നീ വന്നപ്പോഴത്തേക്ക് ഭയങ്കര 10 രൂപ കുറഞ്ഞാണ്. ഒരു 5-6 കിലോ അടുപ്പിച്ച് കുറഞ്ഞായിരുന്നു. അവിടെ വെച്ച് ഇത് ഒരു പനിയും പിടിച്ചായിരുന്നു. ഒരു ഡെങ്കിപ്പനി 6-7 ദിവസം അടുപ്പിച്ച് ഞാൻ അവിടെ ഒരു മറ്റേ ഡോർമെട്രി കിടപ്പായിരുന്നു. മൊത്തത്തില് റെസ്റ്റ് അല്ലേ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് മൊത്തത്തില്? ഈ പനി പിടിച്ചത് കൊണ്ട് എനിക്ക് ഒരു അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആ പനിക്ക് മുന്നേ വരെ ഉള്ള ടൈം വരെ ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട് നേപ്പാള്? നേപ്പാള് അവിടെ നല്ല രസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് ഈ ബുദ്ധന്റെ സെറ്റപ്പ് ഉണ്ടല്ല, ബുദ്ധിസ്റ്റ് അങ്ങനത്തെ ആർക്കിടെക്ചറും അങ്ങനത്തെ പരിപാടികളും ബുദ്ധ ടെമ്പിളുകളും അങ്ങനത്തെ ഒരു എന്താണ് ഈ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമ്മൾ തീർത്ഥാടനം പോകുന്ന പോലെ നമുക്ക് പോയി വരാം. കുന്നുമല നമ്മള് മെയിൻ സിറ്റികളായിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇപ്പം ലുംബിനി, കാഠ്മണ്ഡു, പൊക്കാറ. ലുംബിനിയിലാണ് ജനിച്ചത്. പൊക്കാറ അങ്ങനെയുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ സിറ്റി വൈബാണ്. നമ്മള് വില്ലേജുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈ മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പുകളാണ്. അപ്പോഴേ അവിടെ ഈ മുക്തിനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ബുദ്ധന്റെ അല്ലല്ല, അത് മറന്നുപോയി ഞാൻ. ഒരു അമ്പലമുണ്ട്, പക്ഷെ ഭയങ്കര ഫേമസ് ആണ്. ഈ മുക്തി കിട്ടാനൊക്കെ ആൾക്കാർ പോകുന്ന സ്ഥലമാണ്. അപ്പൊ ശിവന്റെ ആയിരിക്കും സാധാരണ. അവിടെയാണല്ലോ ആൾക്കാര് കാണുന്നവരെന്നെ ചീത്ത വിളിക്കുള്ളൂ. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, പറ. ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും കയറില്ല, ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി പോയതേ ഉള്ളൂ. അല്ല അവിടെ കൊള്ളാം. എന്ന് വെച്ചാൽ നമ്മള് മലയുടെ മുകളിലാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ടോപ്പിലാണ് ഇരിക്കണ ഈ മല. മഞ്ഞ് സമയമൊക്കെ ആകുമ്പോ ഈ അമ്പലത്തിന് ചുറ്റും മറ്റേ മഞ്ഞൊക്കെ വീണ് അങ്ങനത്തെ ഒരു വൈബുള്ള സ്ഥലമാണ്. എനിക്ക് ഉത്തരാഖണ്ഡിൽ ഇതുപോലത്തെ ബദരിനാഥാണോ അങ്ങനെ ഉണ്ടല്ലോ, കേദാർനാഥോ, ഇതേപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ഭയങ്കര രസമുള്ള ഒരു സാധനമാണ് ഉത്തരാഖണ്ഡ്. മറ്റേ ഈ അപകടമൊക്കെ എപ്പോഴും നമ്മള് ഓഫ് സീസൺ ആണ് പോയത്. അപ്പൊ അവിടെ മഞ്ഞും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ജാക്കറ്റ് മാത്രം ഇട്ട് കയറി പോകുന്ന ടെമ്പറേച്ചർ ഉള്ളായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പം വ്യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റ് വ്യൂ ആണ്. ഞാൻ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്, മറ്റേ മഞ്ഞിന്റെ സെറ്റപ്പ് ഒക്കെ ഉള്ള. അപ്പൊ അങ്ങനെ അവിടുത്തെ വ്യൂസ് എല്ലാം അടിപൊളിയാണ്. അവിടെ നമ്മള് ജോംസം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിന്നത്. അവിടെ നിന്ന് പിന്നീട് രാവിലെ നമ്മള് ബസ് ഉണ്ട് അതിന്റെ മുകളിൽ വരാൻ മീൻസ് മുക്തിനാഥിന് താഴെ ഒരു ബേസ് ക്യാമ്പ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുവരെ ബസ് കിട്ടും നമുക്ക്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് പറഞ്ഞാൽ എന്തായാലും ബസ്സിൽ കയറി നമ്മള് അവിടെ ബേസ് ക്യാമ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ ട്രെക്ക്. ഹിമാലയയിലോട്ട് പോകുന്നത് ബേസ് ക്യാമ്പ് എന്ന് ഉദ്ദേശിച്ചത് ഈ ബസ് നിർത്തിയിടുന്ന ഒരു ക്യാമ്പ്. എനിക്ക് ഞാൻ അങ്ങനെ ഈ നേപ്പാളാണ് ബേസ് ക്യാമ്പ് ഹിമാലയ മണ്ടയിലോട്ട് പോകുന്നത്. ഇത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണോ? എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. നേപ്പാളൊക്കെ വെച്ചാൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനും ഇതൊക്കെ നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കിഷ്ടം. അല്ല, നേപ്പാള് നമുക്കൊരു ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. ഇപ്പം യോധയിലല്ലേ കണ്ടിട്ടുള്ളത്? യോധ മിക്കവാറും സിനിമകളിലൊക്കെ അത് ഭയങ്കര ഒരു അല്ല, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ നമുക്ക് പോകണമെന്ന് വിചാരിക്കണം. പോയി എനിക്കിപ്പം വാരണാസി പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അവിടെ എനിക്ക് പോകണമെന്നുള്ളൊരു സ്ഥലമാണ് കുംഭമേള നടക്കാൻ ഗംഗാരതി. ആ മറ്റേ ഈ ശവം കത്തിക്കുന്നത് ആ ഒരു സ്ഥലത്ത് പോയി കാണണമെന്നുണ്ട്. ഇത് ഈ ശവത്തിനെ കത്തിക്കുമ്പോഴല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് കെട്ടിയില്ലെങ്കിലേ ഇങ്ങനെ കിടക്കുന്ന ശവം ഇങ്ങനെ വന്നിരുന്നു. ഈ ബോൺ എക്സ്പാൻഷൻ ഒക്കെ നടന്നില്ല. ഈ ശവം കത്തിക്കണം അത് കാണണമെന്നുള്ളതല്ല. അല്ലടാ, ഇത് നമ്മള് മറ്റേ നമ്മള് കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു ഒരാള് മരിച്ച് ആ ഒരു ഇന്ത്യൻ റോസ് പോണോന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചു മക്കളൊക്കെ ഉണ്ടാവും, കൊണ്ടുപോകും. അല്ല, ഈ വാരണാസിയൊക്കെ ഈ പറയുന്ന കണക്ക് എല്ലാരും ഈ ഒരു ലൈഫിന്റെ എൻഡ് ടൈമിലൊക്കെ പോകുന്ന ഒരു അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നില്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പം അത് അവിടെ താമസിക്കണവരെന്ന് പറഞ്ഞാൽ വയസ്സായവര് പോയി റൂം എടുത്ത് താമസിക്കും. അത് താമസിച്ചിട്ട് അവര് മരിക്കണവരെയാണ് അവർക്ക് റൂം കൊടുക്കണം.
ഉണ്ടായിരുന്നു. വാലിമേല് കാണിക്കും, വേറെ ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട്. കാണിക്കും. വേറെ ഹിന്ദി സിനിമയിലും ഉണ്ട് അത് പേര് അല്ല ആക്ച്വലി എല്ലാരും നമ്മളെ മോക്ഷം കിട്ടുക പണ്ട് എല്ലാരും ഈ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പറയൂലേ ഈ കാശിക്ക് പോണത്. കാശിക്ക് പോണെന്നൊക്കെ പറയണത് എൻഡായി എന്നുള്ള ടൈം എത്തുമ്പോ അങ്ങോട്ട് പോകും. അങ്ങനത്തെ അല്ല പിന്നെ അവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ പാലില് മറ്റേ ബാങ്ക് കലക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാനും ആൾക്കാരും അവിടെ ലീഗലാണ്. അവിടെ മറ്റേ അവര് ഇതൊക്കെ കഴിച്ച് അതിവിടെയും ചിലപ്പോ കിട്ടുമായിരിക്കും. ഇവിടെ കിട്ടൂല. ഇവിടെ തന്നെ കിട്ടുമായിരിക്കും, ചിലപ്പോ അന്വേഷിച്ചാൽ മതി. ഇവിടെ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ കുടിക്കാൻ പോയെന്ന് തോന്നണ്. എവിടെടാ സ്ഥലം എവിടെ? പത്രത്തിൽ വായിക്കാറുണ്ട്. പത്രത്തില് ബാങ്കിന്റെ ബാങ്കിന്റെ ഒന്നുമല്ല, കഞ്ചാവിന്റെ കാര്യങ്ങളൊക്കെ. അല്ലടാ, നിനക്കിപ്പം പോണെങ്കിൽ എവിടെ ഇപ്പം ഒരു 3-4 ലൊക്കേഷൻ ഉണ്ട്. അതായത് ദുബായ് ഉണ്ട്, അല്ലെങ്കിൽ നേപ്പാൾ ഉണ്ട്, ഈ ഉത്തർപ്രദേശ്, ഇതുപോലത്തെ ഒരു ടൂറിസം ഉണ്ട്. അപ്പൊ നീ എവിടെയായിരിക്കും ഫസ്റ്റ്? ദുബായിൽ. എനിക്കറിയാം ഫസ്റ്റ് ദുബായ്. അത് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് എവിടെ പോണം. പക്ഷെ ദുബായ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. നീ പോയിട്ടുണ്ട്? അതാണല്ലേ പറയുന്നത്. ഞാനിപ്പോ നോക്കി, അപ്പൊ ഭയങ്കര പൈസ. അല്ല, എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ഇതിനെക്കാട്ടി സിറ്റിയിൽ പോകാനാണ് ഇഷ്ടം. പക്ഷേ ഈ ഗ്രാമഭംഗി എന്ന് വെച്ചാൽ അത് വേറൊരു ആ ഭംഗി ഉണ്ട്, അതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സിറ്റിയാണ് എനിക്ക് കൂടുതൽ എന്ന് വെച്ചാൽ അതിനെക്കാട്ടി പ്രിഫറിങ് നഗരങ്ങളാണ്. നീ ന്യൂ ഇയർ മലേഷ്യയിലായിരിക്കും അല്ലേ? ഞാൻ ഈ ന്യൂ ഇയർ മലേഷ്യയിൽ സത്യം പറഞ്ഞാൽ 2 ദിവസമേ ഉള്ളൂ. അവിടെ ലങ്കാവി എന്നും പറഞ്ഞൊരു ഐലൻഡ്. മലേഷ്യ ഒന്നും ഇല്ലെന്നാണ് കേട്ടത്. ലങ്കാവി എന്തായാലും ഒരു ഐലൻഡ് ആണ്. മലേഷ്യ തന്നെ വേറൊരു ഐലൻഡ് ആണ്. അവിടെ ആയിരിക്കും ന്യൂ ഇയർ. ന്യൂ ഇയർ എവിടെയാണ്? അവിടെ ലങ്കാവി. ലങ്കാവി ഭയങ്കര ചീപ്പ് എന്നാണ് കേട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഫ്രീ ആണ്. മലേഷ്യയിൽ ഡ്യൂട്ടി ഫ്രീ അല്ലേ? അല്ല, ഈ ഒരു ഐലൻഡ് ഭയങ്കര പൈസ. ഇവിടുത്തെ മാഹി എന്നൊക്കെ പറയൂലേ, ഇപ്പൊ ഇന്ത്യക്കകത്ത് മാഹി അങ്ങനെ സ്ഥലങ്ങളിൽ ഭയങ്കര കുറവില്ല. അതുപോലെ ഒരു സ്ഥലം എന്നാണ് കേട്ടത് ലങ്കാവി. പിന്നെ ഒരു ഐലൻഡ് ആണ്, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. മലേഷ്യയിൽ 1 ദിവസം കൊണ്ട് തീരുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു മറ്റേ ബാത്തു കേവ്സ് ഇല്ലേ, 1 ദിവസം കൊണ്ടൊക്കെ തീരുവാടാ. പലരും കാണാൻ ഇല്ലെന്നാണ് കേട്ടത്. ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ മലേഷ്യയില്. 1 ദിവസം കൊണ്ട് കാണാനുള്ളതാണെങ്കിൽ ഇത്രയും ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും പറഞ്ഞു പോകും. എടാ, ഇന്ത്യക്കാർക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര വില കുറവാണ്. പിന്നെ ഈ വർഷം ഈ ഡിസംബർ 31 വരെയും ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ ഉണ്ട്. മറ്റേ വിസ ഇല്ലാതെ വിസ ഇല്ലാതെ അറൈവൽ എന്തോ ആണ്. അപ്പം പ്രശ്നമില്ലാതെ കയറി പോവാം. വേറെ പ്രശ്നമില്ല. അതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതലും. റഷ്യയില് വിസ ഇല്ലേ? വിസ ഇല്ലേ? യുദ്ധത്തിന് പോകാനായിരിക്കും. അല്ല, ഇനി എന്താ എപ്പോഴാ? ജാനുവരിയില്ല വിസ ഇല്ലെന്നങ്ങാണ്ട്. അല്ല, ഇന്ത്യക്കാർക്ക് ഇപ്പൊ കുറെ കൺട്രികളിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. വിസ ഫ്രീ ആക്കി തുടങ്ങിയിട്ടുണ്ട്. വിഘ്നേഷ് പറഞ്ഞായിരുന്നു റഷ്യയില് ജാനുവരി തൊട്ട് എന്തോ വിസ ഇല്ലെന്നാ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ട്, സത്യമാണെന്ന് അറിയില്ല. ചിലപ്പോ വിഘ്നേഷിന്റെ ഇതായിരിക്കും. കുറച്ചും കൂടി ട്രാവൽ ചെയ്ത സാധനങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇവിടെ മൊട്ടം കൊതുകള് വന്ന് വളയുന്നു. കൊതു വളഞ്ഞ് എന്റെ നേപ്പാൾ സ്റ്റോറി പകുതിയിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അതിന് പിന്നെ പറയാം, ഞാനും അടുത്ത ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ശ്രീകാന്ത് ഏട്ടനോട് അതിന് മലേഷ്യ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി എല്ലാം കംപ്ലീറ്റ്. നിന്റെ ബാക്കി ട്രിപ്പിന്റെ കഥകൾ നിനക്ക് മലേഷ്യ അടുത്ത് എവിടെയെങ്കിലും പോവാടാ. നമുക്ക് ഹംപി അല്ലെങ്കിൽ ചെന്നൈ നമുക്ക് സെറ്റ് ചെയ്യണം. നിങ്ങൾ പോകല്ലേ? നമ്മളെ നമുക്ക് അവിടെ അടുത്ത് വർക്കലേ പോണേന് നീ പറഞ്ഞ നമ്മള് വെറുതെ ഇരിക്കണോ? ക്യാൻസൽ ചെയ്ത് വർക്കലേ വാ. അല്ല, തിരിച്ചു വന്നിട്ട് അതെ, നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ? എന്നാ ഓക്കെ, നമുക്ക് ഹംപി പോയാലോ? നമുക്ക് എന്തെങ്കിലും. അല്ല, ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മളെ ക്ഷണിക്കുക. ഇതേപോലെ മറ്റേ തഞ്ചാവൂര് പോണോന്നുണ്ട്. ഇത് നമ്മുടെ സിനിമ കാണുമ്പോ കുറച്ചുകൂടെ പോകാൻ തോന്നുന്നു. മെയ്യഴകം കാണുമ്പോ നല്ല സ്ഥലം, നല്ല സ്ഥലം. അല്ലടാ, ഇപ്പം കേരളത്തിനകത്ത് തന്നെ എവിടെയെങ്കിലും ഒക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ അല്ലെ ഇവരുടെ ന്യൂ ഇയർ പ്ലാൻസ് എന്നുള്ളത് കമന്റ് ചെയ്യുക. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാ. പിന്നെ ന്യൂ ഇയറിന് എന്താണ് പ്ലാൻ നിങ്ങൾക്ക്? പിന്നെ നമുക്ക് പോകാൻ പറ്റിയ 2 ദിവസത്തെ ഷോർട്ട് ട്രിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തിരുവനന്തപുരത്ത് പറയാം. നടക്കാൻ പോണേ അത് നടത്തും. ഈ ഡിസംബറിന് മുമ്പ് നടത്തും.
അപ്പോ നമുക്ക് ബാക്കി ട്രാവൽ കാര്യങ്ങളൊക്കെ അടുത്ത വേറൊരു എപ്പിസോഡിൽ ഇനി ഡിസ്കസ് ചെയ്യാം അല്ലേ? കൊതുകൾ വല്ലാതെ ആക്രമിക്കും. ഒരുപാട് ഇനി പറയാൻ കാണും. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, നിന്റെ ഇന്റർനാഷണൽ ട്രിപ്പ്, നമ്മുടെ ഡൊമസ്റ്റിക് ട്രിപ്പ്, നമ്മുടെ ഡൊമസ്റ്റിക് ഞാനുണ്ട്. അതിന് നമ്മള് കുറെ കഥകൾ നമുക്ക് എന്തെങ്കിലും കഥ ഉണ്ടാക്കണം കേട്ടോ. ഇവന്മാരോട് പിടിച്ചിരിക്കണം. ഒരു സ്റ്റോറി ഉണ്ടാക്കും. അപ്പൊ ആ സ്റ്റോറികളുമായിട്ട് ഇനി നമുക്ക് അടുത്ത വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.